ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ BJP എതിരില്ലാതെ ജയിച്ചതിൽ തെളിയുന്നത് ഓപ്പറേഷൻ നിർവിരോധ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി ചേർന്ന് നടത്തിയ തിരക്കഥയാണ് എതിരാളികളില്ലാത്ത വിജയം BJPക്ക് ഒരുക്കിയത്. പാർട്ടി നേതാക്കളെ ഇരുട്ടിൽ നിർത്തിയുള്ള പത്രികാ സമർപ്പണം മുതൽ BSP സ്ഥാനാർത്ഥിയെ പൊക്കിയതുവരെ കൃത്യമായ ആസൂത്രണത്തിലാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന നിലേഷ് കുംബാണി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പട്ടേൽ സമരസമിതി നേതാവായിരുന്നു. 2015-ൽ കോൺഗ്രസിൽ ചേർന്ന് വാർഡ് കൗൺസിലറായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ OBC-കാരനായ മുകേഷ് ദലാലിനെ നേരിടാൻ കോൺഗ്രസ് കുംബാണിയെ രംഗത്തിറക്കിയത് കടുത്ത മത്സരം പ്രതീക്ഷിച്ചാണ്. എന്നാൽ കോൺഗ്രസിലും AAP-യിലും പ്രവർത്തിച്ചിരുന്ന പഴയ പട്ടേൽ സമര നേതാക്കൾ BJP-യുമായി ധാരണയിലെത്തിയതാണ് പുതിയ സംഭവവികാസങ്ങളുടെ തുടക്കം എന്നാണ് ആരോപണം. നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയ്ക്കനുസരിച്ചായിരുന്നു കാര്യങ്ങൾ. കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാതെ ബന്ധുവായ ജഗ്ദിയ സവാലിയ, ബിസിനസ് പങ്കാളികളായ ധ്രുവിൻ ധാമേലിയ, രമേശ് പോൾറ എന്നിവരെ നാമനിർദ്ദേശം ചെയ്യുന്നവരായും പിന്തുണയ്ക്കുന്നവരായും പത്രികയിൽ ഒപ്പുവെപ്പിച്ചത് നിലേഷ് കുംബാണിയാണ്. ഇവർ വെച്ച ഒപ്പുകൾ വ്യാജവുമായിരുന്നു. ഇതുകൂടാതെ ഡമ്മി സ്ഥാനാർത്ഥിയായി സുരേഷ് പട്സാലയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും നിലേഷ് കുംബാണി ഏറ്റെടുത്തു. വ്യാജ ഒപ്പുവെച്ച ബന്ധുക്കളെയും സ്വന്തക്കാരെയും പത്രികാ സമർപ്പണ സമയത്ത് റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിൽ ഹാജരാക്കിയതുമില്ല. പത്രിക സമർപ്പിച്ച് നിലേഷ് അപ്രത്യക്ഷനാവുകയും ചെയ്തു. BJP-യുമായി ചേർന്ന് നടത്തുന്ന കളി ലക്ഷ്യം കാണുന്നതുവരെ പാർട്ടി നേതൃത്വത്തെയും പ്രവർത്തകരെയും നിലേഷ് കുംബാണി ഇരുട്ടിൽ നിർത്തി. ഒപ്പ് വ്യാജമാണെന്ന സത്യവാങ്മൂലങ്ങൾ BJP-കാരനായ ഒരു നോട്ടറിയാണ് തയ്യാറാക്കി നൽകിയത്. നിലേഷ് കുംബാണിയുടെ പിന്മാറ്റത്തോടെ സൂറത്തിൽ മത്സരരംഗത്ത് അവശേഷിച്ചത് BSP സ്ഥാനാർത്ഥി പ്യാരേലാൽ ഭാരതി അടക്കം 8 സ്ഥാനാർത്ഥികൾ. ചെറു പാർട്ടികളിലെ 3 പേരെയും 4 സ്വതന്ത്രരെയും പെട്ടെന്ന് പിൻവലിപ്പിക്കാനായി. BSP സ്ഥാനാർത്ഥി പ്യാരേലാൽ ഭാരതിയെ ഞായറാഴ്ച രാത്രി BJP നേതൃത്വം വഡോദരയ്ക്ക് മാറ്റി. മൊബൈൽ ലൊക്കേഷൻ നോക്കി പ്യാരേലാൽ ഭാരതിയെ കണ്ടെത്താൻ സഹായിച്ചതാകട്ടെ ക്രൈംബ്രാഞ്ച്. സ്ഥാനാർത്ഥിയെ വശത്താക്കി പുതിയ ഫോൺ നൽകുകയും പഴയ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച ഉച്ചയോടെ സൂറത്തിലെത്തിയ ഭാരതിയും പത്രിക പിൻവലിച്ചു. ഇതോടെ BJP ഓപ്പറേഷൻ പൂർണ്ണം. നിലേഷ് കുംബാണി കുടുംബസമേതം നാടുവിട്ടിരിക്കുകയാണ്. വീടിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം തുടരുന്നുമുണ്ട്. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.